അമ്മു, നീ ഫുഡ് കഴിച്ചാ? എനിക്കൊന്നും വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്തത്? വേണ്ടാന്ന്. നീ എന്തിനു ചൂടാവണം? എന്താ നിന്റെ പ്രശ്നം? നിനക്കറിയാലോ, ഞാൻ 10ാം ക്ലാസ് അല്ലേ, ഞങ്ങൾക്ക് സെന്റ് ഓഫ് ഇല്ല. പ്രിൻസിപ്പൾ വെക്കണ്ടാ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഈ വരുന്ന ഞായറാഴ്ച മറ്റേ കോട്ടയില്ലേ അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അമ്മ സമ്മതിക്കില്ല, പോണ്ടാ പോണ്ടാ പറയണു. ഇത്രേ ഉള്ളൂ? നീ വാ, ഞാൻ അമ്മനോട് സംസാരിക്കാം. ബാ എനിക്ക് അമ്മ, അമ്മും ഫ്രണ്ട്സും കൂടെ കോട്ടയിൽ പോണം പറഞ്ഞു. അമ്മ എന്താ അയക്കാത്തത്? ഓ, നീ പനീതിക്ക് റെക്കമെൻഡേഷൻ കൊണ്ട് വന്നാണ്. റെക്കമെൻഡേഷൻ ഒന്നും അല്ല, സ്കൂള് സെന്റ് ഓഫ് ഇല്ലാത്തോണ്ടല്ലേ. അവര് 10ാം ക്ലാസ് അല്ലേ, ഒന്ന് പൊക്കോട്ടെ. ആരൊക്കെ കൂടിയ പോണത്? അവളും ഫ്രണ്ട്സും കൂടെ. മുതിർന്ന ആരെങ്കിലും ഉണ്ടാ? ഫ്രണ്ട്സ് പോകുമ്പോ പിന്നെ എന്തിനാ മുതിർന്ന ആൾക്കാര്? അവരേതായിട്ടുള്ള രീതിക്ക് എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത്. ന്യൂസും പത്രമൊന്നും കാണുന്നില്ലേ? 14 വയസ്സുള്ള കുട്ടിനെയാണ് കൊന്നിട്ടിരിക്കുന്നത്. കൊന്നവന്റെ വയസ്സോ 16 വയസ്സ്. മനസ്സിലായില്ലേ? എന്ത് വിശ്വസിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ പുറത്തയക്കുക? അമ്മ, അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എനിക്ക് എന്റെ മകളെ പുറത്തിറക്കി എനിക്ക് പേടിയാണ്. അവളുടെ ഒരുപാട് ഫ്രണ്ട്സ് പോണോട് ഇന്നലെ മുഴുവൻ ഇരുന്ന് കരയാണ്. ആ പോണവര് പോട്ടെ, എനിക്ക് എന്റെ മകള് എന്ന് പുറത്തു വിടാൻ കാര്യപ്രാപ്തിയായി. അവൾ തെറ്റും ശരിയും കണ്ടെത്തി തിരിച്ചറിയാനുള്ള ഇതായി എന്ന് എനിക്ക് തോന്നുന്നു. അന്നേ ഞാൻ വിടുള്ളൂ. മനസ്സിലായില്ലേ? നീ ന്യൂസ് കണ്ടില്ലേ? ഓരോന്ന് കാണുമ്പോഴേ നെഞ്ചില് തീയാണ്. അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കില്ല. ഇതിന്റെ കാര്യമായിട്ട് ചേച്ചി അനിയത്തിന്റെ പിന്നാലെ വരണ്ട. അയക്കില്ല. എന്നെ എങ്കിടും വിടണ്ട. കൂട്ടിലടച്ച കിളിനെ പോലെ ഇവിടെ തന്നെ വളർത്തിക്കോ. ഞാനേ എങ്കിടും പോണില്ല. പൊക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പൊക്കോട്ടെ. നടക്കില്ല. നീ ഇതിനെ കുറിച്ച് വെറുതെ വാശ പിടിക്കാൻ നിൽക്കണ്ട. ദേഷ്യം കൊണ്ടല്ല നിന്നോടുത്ത് പറയുന്നത്, പേടി കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ എന്നെ പോലെ ഒരു അമ്മയാവണം. എന്നാലാണ് അമ്മമാരുടെ മനസ്സിലെത്തി നിനക്കത് മനസ്സിലാവുള്ളൂ. 2 മാസം വെക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഞാൻ കൊണ്ടുപോവാ. വാടിയേക്കല്ലേ, ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നോളൂ ഞാൻ കൊണ്ടുപോവാ. എന്റെ മക്കളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അച്ഛന്റെയും അമ്മന്റെയും കൂടെ. മനസ്സിലായില്ലേ? നീ വാശി പിടിക്കാൻ നിൽക്കണ്ട. നീ ഭക്ഷണം കഴിക്കാൻ നിൽക്കുക. എന്നെ ദേഷ്യപ്പെടുത്തണ്ട.